കോഴിക്കോടേക്ക് വരുമ്പോൾ ദൃശ്യ പുതിയിടത്തുണ്ട്. ദൃശ്യ, കോഴിക്കോട് ഇത്തവണ പിടിക്കാൻ, കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ UDF കച്ചകിട്ടിറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ തുടക്കത്തിൽ തന്നെ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊരു പാളിച്ചയുണ്ടായി. പക്ഷേ പലയിടത്തും മറ്റ് ഒരു സംഭവവികാസം നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രശ്നം പലയിടങ്ങളിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. CPM-ലും സമാനമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു CPI-യുമായി ബന്ധപ്പെട്ടപ്പോൾ. നാമനിർദ്ദേശ പത്രികയുടെ അവസാന ദിവസം ഇതൊക്കെ പരിഹരിച്ച് ഒരു തരത്തിൽ സെറ്റിൽമെന്റിലേക്ക് എത്തുമ്പോൾ എല്ലാ മുന്നണികളും വലിയ പ്രതീക്ഷയിലാണോ? ജിൽസി പറഞ്ഞതുപോലെ കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത്തവണ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ ഈ സീറ്റ് തർക്കങ്ങളും വിമതരുടെ ശല്യവും തന്നെയാണ്. വിമതരുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒട്ടാകെ ഇന്നലെ 9,975 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെയായിരുന്നു കൂടുതൽ ആളുകൾ സമർപ്പിച്ചത്. അത്തരത്തിൽ ഈ കൂടുതൽ ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് LDF-ന്റെ ഒരു ഉറച്ച കോട്ടയാണെന്ന് പറയേണ്ടി വരും. കാരണം ബ്ലോക്ക് പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും പഞ്ചായത്തുകളിലായാലും LDF-ന്റെ ഒരു മുന്നേറ്റം തന്നെ കാണുന്ന ഒരു സ്ഥിതിയാണ് കോഴിക്കോട് സംബന്ധിച്ചുള്ളത്. UDF-നെ സംബന്ധിച്ച് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുക, കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു UDF ഇത്തവണ കച്ചകെട്ടി ഇറങ്ങിയത്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ 45 വർഷമായി ഉറച്ച് LDF-നൊപ്പം നിൽക്കുന്ന ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി വരുന്ന സമയത്ത് പോലും കോഴിക്കോട് കോർപ്പറേഷൻ LDF-നൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ 45 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത്തവണ അതിലൊരു മാറ്റമുണ്ടാക്കുക, ഈ വികസനത്തിനെ ചൊല്ലിയും ഈ അഴിമതിയെ ചൊല്ലിയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു നിരത്തി UDF അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ കാഴ്ചകളായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിനായി ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുമെന്നടക്കം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് UDF മേയർ സ്ഥാനാർത്ഥിയായി സംവിധായകൻ VM വിനുവിനെ ഉയർത്തിക്കാട്ടിയത്. എന്നാൽ അതൊരു തുടക്കത്തിൽ തന്നെ അതൊരു പാളിച്ചയായി. വോട്ടില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയ UDF-ന് അതൊരു വലിയൊരു തിരിച്ചടി. അതിപ്പോഴും കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ വോട്ട് പിടിക്കാനിറങ്ങുന്ന UDF സ്ഥാനാർത്ഥികളോടായാലും അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥികളായാലും മുൻനിർത്തുന്ന ഒരു കാര്യം VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഇതുകൂടാതെ തന്നെ ഈ കോർപ്പറേഷനിൽ തന്നെ വോട്ടില്ലാത്ത മറ്റൊരു ബിന്ദു എന്നൊരു സ്ഥാനാർത്ഥിയെ കൂടി മുൻനിർത്തിയത് UDF-ന് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. അത്തരത്തിൽ UDF-ന് തുടക്കത്തിൽ തന്നെ ചെറിയൊരു പാളിച്ചയുണ്ടായ ഒരു കോർപ്പറേഷൻ കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ പലയിടത്തും UDF-നിടയിൽ തന്നെ തർക്കമുണ്ടാകുന്നു. ഈ നാദാപുരം ഡിവിഷനിൽ നാദാപുരത്ത് 1-ാം വാർഡിൽ തന്നെ ഈ CPM-ഉം CPI-യും തമ്മിൽ മത്സരിക്കുന്ന ഒരു കാഴ്ച, കുന്നമംഗലത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച. കാരശ്ശേരിയിൽ UDF-ന് വലിയൊരു തിരിച്ചടിയാണ്. UDF മുൻനിർത്തിയ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, ഷുഹൈബ് എന്ന സ്ഥാനാർത്ഥിക്കെതിരെ 5 വിമതരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വിമതരുടെ ഭീഷണിയും ഈ അപരന്മാരുടെ ഭീഷണിയും ഒക്കെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചുണ്ട്. എങ്കിലും ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കൃത്യമായി സ്ഥാനാർത്ഥി പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് മുന്നണികൾ ഉള്ളത്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രചരണങ്ങളൊക്കെ ശക്തമാക്കിക്കൊണ്ട് മുന്നണികളൊക്കെ ഇറങ്ങിയിരുന്നു.